നമ്മൾ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ജി എസ് ടി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ട്രേഡിംഗ് ബിസിനസ്സിൽ 40 ലക്ഷം രൂപ ടേൺ ഓവർ ക്രോസ് ചെയ്യുമ്പോൾ ജി എസ് ടി എടുക്കണമെന്നും, അതേസമയം സർവീസ് ബേസ്ഡ് കമ്മോഡിറ്റി സെയിൽ ഇല്ലാതെ സർവീസ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സിൽ 20 lakhs റുപ്പീസാണ് ടേൺ ഓവർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ കാര്യത്തിൽ ഒരു സന്ദേഹം, ഒരു ഡൗട്ട് ചില ആളുകൾ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ് രണ്ടും കൂടെ അടങ്ങിയ, നമ്മൾ ട്രേഡും ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ നമ്മൾ സർവീസും കൊടുക്കുന്നുണ്ട്, ഈ പ്രോഡക്റ്റുകൾ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ജി എസ് ടി സ്ലാബ്, ഏത് ജി എസ് ടി ത്രെഷോൾഡ് ലിമിറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരികയുണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ജി എസ് ടി നിയമത്തിൽ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് നമ്മളത് ലോവർ ത്രെഷോൾഡ് ലിമിറ്റായിട്ടുള്ള 20 lakhs ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണം പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ എടുക്കാം. ഒരു ഡീലർ ഒരേ സമയം ഇലക്ട്രോണിക് ഗുഡ്സ് സെയിൽ ചെയ്യുന്നുണ്ട്, അദ്ദേഹം അതേ സമയം തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അത് മാത്രമല്ല, അദ്ദേഹം ഈ രണ്ട് ബിസിനസ്സിന് എഗെയിൻസ്റ്റും ബില്ല് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രേഡിങ്ങും അദ്ദേഹം ബില്ല് ചെയ്യുന്നുണ്ട്, വസ്തുക്കൾ ഇലക്ട്രോണിക് ഗുഡ്സ് വിൽക്കുന്നത് അദ്ദേഹം ബില്ല് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് ഈ സർവീസ് കൊടുക്കുന്ന സമയത്ത് ആ സർവീസിനുള്ള ചാർജസും അദ്ദേഹം ബില്ല് ചെയ്യുന്നുണ്ട്. എഗെയിൻസ്റ്റ് ബോത്ത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രണ്ട് കാര്യങ്ങളും, സെയിലിലൂടെ വന്നിരിക്കുന്ന ടേൺ ഓവറും സർവീസിലൂടെ വന്നിരിക്കുന്ന ടേൺ ഓവറും രണ്ടും കൂടെ കൂടിയതാണ് അദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ. നമ്മുടെ ജി എസ് ടി പ്രൊവിഷൻ അനുസരിച്ച് ഒരാളുടെ ടാക്സ് ജി എസ് ടി രജിസ്ട്രേഷൻ ത്രെഷോൾഡ് ലിമിറ്റ് ബേസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവറാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ സർവീസും അതേസമയം ട്രേഡിങ്ങും നടത്തുന്ന ആളുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ, ആ ബിസിനസ്സിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഇതിൽ നിന്നും രണ്ടിൽ നിന്നും വരുന്ന ടേൺ ഓവർ ആയതുകൊണ്ട്, ഈ സർവീസ് എലിമെൻ്റ് എന്നുള്ള കാര്യം അവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ സർവീസിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റായ 20 lakhs എന്നുള്ളത് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, സർക്കാരിന് റവന്യൂ ലോസ് ഉണ്ടാവുന്നതിന് കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ 40 lakhsൻ്റെ ലിമിറ്റാണ് ഈ സർവീസിനും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ബിസിനസ്സിന് എടുക്കുന്നതെങ്കിൽ, ഒരു പക്ഷേ സർവീസ് കൊണ്ട് മാത്രം വരുന്ന ടേൺ ഓവർ 20 lakhs കടന്നാലും 40 lakhs എത്താത്തത് കൊണ്ട് ജി എസ് ടി റെജിമിലേക്ക് മാറാതെ സർക്കാരിന് റവന്യൂ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് രണ്ടും കൂടെ കലർന്നു ചേർന്നിട്ടുള്ള, രണ്ടും ഒരുമിച്ചുള്ള ബിസിനസ് ട്രേഡ് ചെയ്യുകയും ചെയ്യുക, അതുപോലെ തന്നെ സർവീസും കൊടുക്കുന്ന അവസരത്തിൽ 20 lakhsൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകിച്ച് ഓർമ്മ വയ്ക്കുക. ഇത്തരത്തിലുള്ള നമ്മുടെ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് താഴത്ത് പോസ്റ്റ് ചെയ്യുകയോ ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. ചോദിക്കുന്ന സംശയങ്ങൾക്ക് പരമാവധി ആത്മാർത്ഥമായ ഉത്തരങ്ങൾ നൽകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്.